നമസ്കാരം. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാണല്ലോ ഇപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ അവരുടെ ശരിക്കുള്ള വളർച്ചയ്ക്ക് അതുമാത്രം മതിയോ? എന്താണ് ഒരു കുട്ടിയെ ശരിക്കും തേജസ്സുള്ളവനാക്കുന്നത്? ഇന്ന് നമ്മൾ ആ ഒരു രഹസ്യമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈയൊരു ചോദ്യം നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ്. സ്കൂളിൽ കിട്ടുന്ന 1ാം റാങ്കിനോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വില കൂടിയ കളിപ്പാട്ടങ്ങൾക്കോ അപ്പുറം ഒരു കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ അവർക്കൊരു മുതൽക്കൂട്ടാവുന്ന ആ ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? ഇതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. ഈ വലിയ സമ്മാനത്തിന്റെ ഉത്തരം വലിയ സ്കൂളുകളിലോ ട്യൂഷൻ സെന്ററുകളിലോ ഒന്നുമല്ലിരിക്കുന്നത്. അത് നമ്മുടെ എല്ലാം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തന്നെയുണ്ട്. അതാണ് ഒരു കുട്ടിയുടെ ഏറ്റവും യഥാർത്ഥമായ അടിത്തറ. അതെ, ഒരു കുട്ടിയുടെ ആദ്യത്തെ സ്കൂളെന്ന് പറയുന്നത് അവരുടെ വീടാണ്. അവിടെ നിന്നാണ് അവരുടെ പേഴ്സണാലിറ്റിയും ഭാവിയുമെല്ലാം രൂപം കൊള്ളുന്നത്. ഒരു ചെടിക്ക് നന്നായി വളരാൻ നല്ല മണ്ണ് എങ്ങനെയാണോ വേണ്ടത്, അതുപോലെ തന്നെയാണ് ഒരു കുട്ടിക്ക് സ്നേഹവും സമാധാനവുമുള്ള ഒരു വീട്. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും 2 വാക്കുകളെ ഒന്നായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്: ശിക്ഷയും സംസ്കാരവും. ഇവ രണ്ടും ശരിക്കും പറഞ്ഞാൽ 2 വ്യത്യസ്തമായ ആശയങ്ങളാണ്. ഈ വ്യത്യാസം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോ ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ ശിക്ഷ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവാണ്. അത് നമ്മുടെ തലച്ചോറിനെയാണ് നിറയ്ക്കുന്നത്. എന്നാൽ സംസ്കാരം അങ്ങനെയല്ല. അത് വീട്ടിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കിട്ടുന്ന മൂല്യങ്ങളാണ്. അതായത് ദയ, സത്യസന്ധത, ബഹുമാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശിക്ഷ ഒരു കെട്ടിടത്തിന്റെ പുറമേയുള്ള ഭംഗിയാണെങ്കിൽ സംസ്കാരം അതിന്റെ ബലമുള്ള അടിത്തറയാണ്. അപ്പോ ഈ സംസ്കാരം എന്ന് പറയുന്ന അടിത്തറ എങ്ങനെയാണ് നമ്മൾ ഉറപ്പുള്ളതാക്കുക? അവിടെയാണ് മാതാപിതാക്കൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത്. അവരുടെ ആ ഐക്യത്തിൽ നിന്ന് ഒരുതരം സംരക്ഷണ കവചം തന്നെ രൂപപ്പെടുന്നുണ്ട്. നമുക്ക് ആ ഒരു ആത്മീയമായ ആശയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ പറയുന്നത് ഇങ്ങനെയാണ്: ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യമാണ് കുട്ടിയുടെ ലോകം നിർമ്മിക്കുന്ന ആത്മീയ അടിത്തറ. ഈ ഒരൊറ്റ വാചകത്തിൽ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് ഈ പറയുന്ന ആത്മീയ അടിത്തറ? നമുക്ക് നോക്കാം. ഈ ആശയത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു സംയുക്ത വിദ്യുത് എന്ന വാക്കിലാണ്. സംയുക്തം എന്നു പറഞ്ഞാൽ ഒന്നിച്ചത്, വിദ്യുത് എന്നു പറഞ്ഞാൽ ഊർജം. അതായത് മാതാപിതാക്കൾ സ്നേഹത്തോടെയും യോജിപ്പോടെയും നിൽക്കുമ്പോൾ അവർക്കിടയിൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽഡ് ഉണ്ടാകുന്നു. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷേ അതിനു വലിയൊരു ശക്തിയുണ്ട്. ഈ സംയുക്ത വിദ്യുത് ഒരു കാണാൻ കഴിയാത്ത സുരക്ഷാ കവചം പോലെ കുട്ടിയെ എപ്പോഴും പൊതിഞ്ഞു നിൽക്കും. പുറത്തു നിന്നുള്ള നെഗറ്റീവ് ചിന്തകൾ, ചിലപ്പോൾ കൂട്ടുകാരുടെ മോശം സ്വാധീനം അല്ലെങ്കിൽ പേടി, ഇതിൽ നിന്നെല്ലാമാണ് ഈ ഊർജം കുട്ടിയെ സംരക്ഷിക്കുന്നത്. ആ ഒരു കവചത്തിനുള്ളിൽ കുട്ടിക്കെപ്പോഴും സുരക്ഷിതത്വം തോന്നും. കേൾക്കാൻ നല്ല രസമുണ്ട്, അല്ലേ? പക്ഷേ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും സയന്റിഫിക് ബേസ് ഉണ്ടോ? ആധുനിക ശാസ്ത്രം ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇതിന് ഉത്തരമുണ്ട്. ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആത്മീയതയിൽ നിന്ന് നേരെ ശാസ്ത്രത്തിലേക്ക് വരികയാണ്. വീട്ടിലെ അന്തരീക്ഷം ഒരു കുട്ടിയുടെ ജീനുകളെ വരെ സ്വാധീനിക്കുമെന്ന് പറയുന്ന ഒരു ആധുനിക ശാസ്ത്രശാഖയുണ്ട്. അതിന്റെ പേരാണ് എപ്പിജെനറ്റിക്സ്. അതാണ് ഗൃഹാന്തരീക്ഷത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ എപ്പിജെനറ്റിക്സ് പഠിക്കുന്നത് ഇതാണ്: നമ്മുടെ ജീനുകൾ ഓരോ സ്വിച്ച് പോലെയാണ്. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വീട്ടിലെ സ്നേഹവും സമാധാനവും അല്ലെങ്കിൽ വഴക്കുകളും ബഹളങ്ങളും ഈ സ്വിച്ചുകളെ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ കാരണമാകും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ സംയുക്ത വിദ്യുത് എന്ന പോസിറ്റീവ് ഊർജം തന്നെയാണ് എപ്പിജെനറ്റിക്സ് പറയുന്ന നല്ല പരിസ്ഥിതി. മാതാപിതാക്കൾക്കിടയിലെ സ്നേഹമുണ്ടാക്കുന്ന ആ ഒരു പോസിറ്റീവ് അന്തരീക്ഷം കുട്ടിയുടെ ശരീരത്തിലെ നല്ല ജീനുകളെ ഓൺ ചെയ്യുന്നു. ഇതവരുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും പ്രതിരോധശേഷിക്കും വരെ കാരണമാകും. നോക്കൂ, പുരാതനമായ അറിവും പുതിയ ശാസ്ത്രവും ഒരേ കാര്യമാണ് പറയുന്നത്. ഈ അറിവ് വളരെ വലുതാണ്, അല്ലേ? എന്നാൽ ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? ഈ ഒരു സംരക്ഷണ ഊർജം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായ 3 തൂണുകൾ അല്ലെങ്കിൽ 3 വഴികളുണ്ട്. ഈ 3 തൂണുകളാണ് നമ്മുടെ കുടുംബത്തിന്റെ ശരിക്കുമുള്ള ശക്തി കേന്ദ്രമെന്ന് പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് സമാധാനപരമായ ഒരു ഗൃഹാന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ്. അതിൽ നിന്ന് നമുക്ക് 2ാമത്തെ സ്റ്റെപ്പായ ഒരുമിച്ചുള്ള ആത്മീയ സാധനയിലേക്ക് കടക്കാം.
ഇവ രണ്ടും ചേരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും മൂന്നാമത്തെ സ്റ്റെപ്പായ മാതൃകയാക്കാവുന്ന ഒരു ആദർശമായി മാറും. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട് അതൊരു സമാധാനമുള്ള സ്ഥലമാക്കുക. ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കിടുന്നത് അങ്ങ് ഒഴിവാക്കുക. ഇനി രണ്ടാമത്തേത്, ഒരു ദിവസം കുറച്ചു നേരം ഒരുമിച്ച് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഒന്നിച്ച് ശാന്തമായി ഇരിക്കാനോ സമയം കണ്ടെത്തുക. അതാ പറഞ്ഞ് സംയുക്ത വിദ്യുത്ത് കൂട്ടാൻ ഒരുപാട് സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനം, മൂന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ കുട്ടികളിൽ എന്ത് നല്ല ഗുണങ്ങളാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, സ്നേഹം, ക്ഷമ, സത്യസന്ധത, അതൊക്കെ നമ്മൾ ആദ്യം ജീവിച്ചു കാണിക്കണം. ഇതിലും വലിയൊരു മാതൃക വേറെയില്ല. എപ്പോഴും ഓർക്കുക, കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠപുസ്തകം നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കുന്നത് കാണുന്നതാണ്. ഈ വിഷയാവതരണം അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കാൻ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഇന്ന് നിങ്ങളുടെ വീട് സൃഷ്ടിക്കുന്ന ഊർജം എന്താണ്? അത് നിങ്ങളുടെ കുട്ടിയുടെ ലോകത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? ഈ വിവരങ്ങളെല്ലാം പരംപൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ദിവ്യസാഹിത്യത്തെയും ആധുനിക ശാസ്ത്രീയ ഗവേഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതൊരിക്കലും ഒരു വിദഗ്ധന്റെയോ ഡോക്ടറുടെയോ ഉപദേശത്തിന് പകരമായി കണക്കാക്കരുത്.